ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് PSC 10th പ്രിലിംസ് സിലബസാണ്. അപ്പോൾ 10th പ്രിലിംസ് എക്സാമിന് വരുന്ന സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 60 മാർക്കിന് വേണ്ടി ചോദിക്കുന്നതാണ് ജനറൽ നോളജ്, കറൻറ്റ് അഫയേഴ്സ്, റിനയൻസൻസ് ഇൻ കേരള. അപ്പോൾ ഇതിൽ നിന്ന് 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പോൾ 6 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ പാർട്ടിലൊന്നും 10 മാർക്ക് വീതം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. അപ്പം അതിന് 10 മാർക്ക്. അപ്പം നമുക്കറിയാം കറൻറ്റ് അഫയേഴ്സ് അല്ലേ. ഇനി രണ്ടാമത് വരുന്നത് ജോഗ്രഫി റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പ്രാഥമിക അറിവ്. അപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാവുന്ന 10 മാർക്കിന് ചോദിക്കാം. അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ. അപ്പോൾ അതിന് 10 മാർക്കിന് ചോദിക്കാം. പിന്നെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. അടുത്തത് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുതി പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ അതാണ് നമുക്ക് അടുത്തത് 10 മാർക്കിന് ചോദിക്കുന്നത്. ഇനി വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. അപ്പോൾ ഈ ഭാഗത്തുനിന്നും 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ ജനറൽ നോളജ്, കറൻറ്റ് അഫയേഴ്സ്, റിനയൻസൻസ് ഇൻ കേരള അതിന് 60 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ജനറൽ സയൻസ് കേട്ടോ. ജനറൽ സയൻസിൽ നിന്ന് നമുക്ക് എത്ര മാർക്ക്? 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ജനറൽ സയൻസിൽ നിന്ന് 20 മാർക്ക്. അത് 10 മാർക്കിന് നാച്ചുറൽ സയൻസിൽ നിന്നാണ് ചോദിക്കുക. 10 മാർക്ക് നാച്ചുറൽ സയൻസിൽ നിന്നാണ് ചോദിക്കുക. അപ്പോൾ നാച്ചുറൽ സയൻസിൽ വരുന്നത് ജനറൽ സയൻസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും. അപ്പോൾ 10 മാർക്കിന് ചോദിക്കുന്നത് നാച്ചുറൽ സയൻസ് എന്നാണ്. അതിൽ വരുന്നത് ഒന്നാമത്തത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, പിന്നെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതാണ് നാച്ചുറൽ സയൻസിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് ഫിസിക്കൽ സയൻസ് ആണ് കേട്ടോ. ഫിസിക്കൽ സയൻസിൽ നിന്ന് ചോദിക്കുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, പിന്നെ അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അപ്പോൾ ഇതിൽ നിന്ന് 10 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നത്. ഇനി മാത്സ് ആണ് കേട്ടോ. മാത്സ്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇതിൽ നിന്ന് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം 100 മാർക്കായി കേട്ടോ. അപ്പോൾ 20 മാർക്ക് 10 മാർക്ക് ലഘുഗണിതത്തിൽ നിന്നും, 10 മാർക്ക് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അപ്പോൾ മാത്സിനെ 2 ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലഘുഗണിതത്തിൽ വരുന്ന ടോപ്പിക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. അപ്പോൾ ഇതിന് നമുക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയിൽ നിന്ന് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ,
സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. അപ്പോൾ ഇത്രയും ഭാഗമാണ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയിൽ നിന്നും ചോദിക്കുന്നത് 10 മാർക്കിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.